ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വിശുദ്ധിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്തേ, ചുറ്റുള്ള എല്ലാവർക്കും സ്തുതി കൊടുത്തേ സന്തോഷത്തോടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റിയല്ലോ. കർത്താവായ ഈശോയെ, എന്നെ മുഴുവനായും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞാനിതാ കാഴ്ചവെക്കുന്നു. ഈശോയെ, എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ വിചാരങ്ങളെയും എൻ്റെ ചിന്തകളെയും എൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയോഗങ്ങളെയും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിൽ കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ എല്ലാ സഹനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഈശോയെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞാനിതാ കാഴ്ചവെക്കുന്നു. ഈശോയെ, എന്നെ മുഴുവനായും അങ്ങയ്ക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നിറവേറുന്നതിന് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, പാപികളുടെ സങ്കേതമേ, മഹാപാപിയായ എന്നോട് ദൈവം കരുണ കാണിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, റോസാമിസ്റ്റിക്ക മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ ഞാൻ സമർപ്പിക്കുന്ന പ്രത്യേക നിയോഗങ്ങളെ അമ്മ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന, വിശ്വ ആരാധന. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞിരുന്നു. നന്നായിട്ട് കടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ സങ്കീർത്തനത്തിൻ്റെ 118 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയൊരു വചനമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അതായത് സങ്കീർത്തനം 118 24-25. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ദൈവത്തിന്. ഒന്നത് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഒടുകുന്ന അതിശനിയാഴ്ചയാണ് നമ്മൾ എത്തിയിരിക്കുക. നമുക്ക് ഒരുപാട് ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകിറങ്ങാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും കർത്താവ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ മേലും വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായതും അച്ഛൻ ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടുന്ന വലിയ ബോധ്യം, ഇന്ന് വലിയ അത്ഭുതങ്ങളും ഹീലിങ്സും കർത്താവ് ഇന്നേ കൂട്ടായ്മ വർഷിച്ചു. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:19 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മേൽ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹം കൊടുക്കപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു. ഇവിടെ 150ഓളം അച്ഛന്മാർ വന്ന് ധ്യാനിച്ചു. പ്രൈസ് ദി ലോർഡ്. 2 പിതാക്കന്മാരുണ്ടായിരുന്നു. വലിയ അനുഗ്രഹത്തിൻ്റെ വലിയ മണിക്കൂറായിരുന്നു. അവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഭ മുഴുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ഉച്ചത്തിൽ നന്നായിട്ട് നല്ല അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കേ. നമുക്കിന്ന് അഭിഷേകം വാങ്ങിച്ചെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകും. പക്ഷേ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത് നമുക്ക് വചനത്തിലേക്ക് തന്നെ വരാം. അതായത് സങ്കീർത്തനം 131 1, 2, 3 വചനമുണ്ട്. വലിയ വചനം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല, എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹവുമായ പ്രവർത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എളിമപ്പെട്ട് കർത്താവിന് മുമ്പിൽ നമ്മൾ നല്ല താഴ്മയോടെ എളിമയോടെ നിൽക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 1 പത്രോസ് 5:6-7 കർത്താവിന് ശക്തമായ കരത്തിൻ കീഴ് എങ്ങനെ നിൽക്കണം പറഞ്ഞേ? എങ്ങനെയാ? താഴ്മയോടെ നിൽക്കണം, എളിമപ്പെട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ കൃപ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 3:18-19 1 കൊരിന്ത്യസ് 3:18-19 വരുന്നത്, അതായത് ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ പോഷനാക്കട്ടെ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ വെച്ചത് ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എളിമപ്പെട്ട് നിൽക്കണം. ഞാനൊക്കെ ഒരാഴ്ച മുമ്പായിരുന്നു അർത്തുങ്കൽ കൺവെൻഷൻ നടന്നു. പ്രൈസ് ദി ലോർഡ്. അർത്തുങ്കൽ ധാരാളം മക്കൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആദ്യമേ തന്നെ പറയുന്ന കർത്താവിൻ്റെ വലിയ കൃപയാണ്. സ്ഥലപ്പെടുത്തപ്പോൾ ഹല്ലേലൂയ. അന്ന് ആ ദിവസങ്ങൾ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരുപാട് രോഗികളെ കർത്താവ് ഇങ്ങനെ സുഖപ്പെടുന്നത് കാണാം. അതിൽ ഒരു രോഗിയെ, ഒരു അമ്മ ഇങ്ങനെ ഇവർ സ്ട്രക്ചറിൽ എൻ്റെ അടുത്ത് വിട്ട് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. സ്ട്രക്ചറിൽ കൊണ്ടുവരുമ്പോൾ ആളനക്കൊന്നുമില്ല, അല്ലെങ്കിൽ കടത്തി കുറേ യുവജന എനിക്ക് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലിൽ കൊണ്ടുവന്നത്. അപ്പോൾ കർത്താവ്, അപ്പം ഞാനിങ്ങനെ കണ്ടപാട് പരിശുദ്ധം. അപ്പോൾ ഈ അമ്മയുടെ മുഖത്ത് അമ്മ സംസാരിക്കുന്നില്ല, ആൾ കംപ്ലീറ്റ് ഒരു കോമ സ്റ്റേജ് പോലെ കിടക്കുന്നത്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അമ്മയുടെ തലേ കൈവച്ചപ്പോൾ എനിക്ക് ഈ അമ്മ നല്ല വിശ്വാസമുള്ളൊരു അമ്മയാണ്. പ്രശ്നം ഫെയ്ത്ത് ഉണ്ട്, സൗഖ്യപ്പെടും, നല്ല വിശ്വാസത്തോടെ വന്നിരിക്കുന്നൊരു അമ്മയാണ്. പ്രശ്നം. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ തലേ വെച്ച് അല്പം നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കും. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് ഒഴുകുന്നതായിട്ടും, പെട്ടെന്ന് ഈ അമ്മയുടെ കണ്ണങ്ങ് തുറക്കുന്നു. നാവിൻ്റെ ആദ്യം വായിങ്ങ് എനിക്ക് നാക്ക് അന്നായിക്കുമ്പോൾ വാ തുറക്കുന്നു തോന്നുന്നു. പ്രശ്നം. പെട്ടെന്ന് വാ തുറക്കുന്നു. അടുത്ത നിമിഷം അമ്മയുടെ കൈകാലുകളിലേക്കൊരു കരണ്ടടിക്കുന്ന പോലത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകുന്നു ഞാൻ കാണുന്നു. അടുത്ത നിമിഷം സ്ട്രെച്ചറെ നമ്മ എടുത്തി അടി പുറത്തിറങ്ങുന്നു. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്ന ശുശ്രൂഷകരെല്ലാം നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. പക്ഷേ സ്വന്തമാക്കാൻ ഒക്കെ വിശ്വാസം വേണം. ഇന്ന് മനുഷ്യൻ ബുദ്ധിയിൽ ആശ്രയിക്കും. ബുദ്ധിയെ കൂടുതൽ ആശ്രയിച്ചാൽ ബുദ്ധി നമ്മളെ വഞ്ചിക്കും കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് കളയുന്ന കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഉച്ചത്തല്ല കൈയടിച്ച് കടന്ന ഉച്ചത്തിൽ അമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തൊരു അച്ഛൻ പറയുമായിരുന്നു. അച്ഛന് മുമ്പ് ഇവിടെ ധ്യാനിക്കാൻ വന്നതായിരുന്നു. ധ്യാനിക്കാൻ വരുമ്പോൾ അച്ഛൻ്റെ ഒരു കാലിന് ഒരു പ്രത്യേകതരം രോഗം, വളരെ സീരിയസ് ആയ രോഗമാണ്. മാസങ്ങളോളം എനിക്ക് വർഷങ്ങൾ ചികിത്സിച്ചിട്ട് ഭേദം അത് അച്ഛൻ നടക്കത്തില്ല. പ്രശ്നം. ആ കാലിൻ്റെ ഒരു പ്രത്യേക ഒരു രോഗമാണ്. അത് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല. അത്ര വളരെ സീരിയസ് ആയ സംഭവം. പക്ഷെ പറയാൻ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിട്ട് ഞാൻ അവസാനം ഇവിടെ അച്ഛന്മാർ തന്നെയാണ് ഈ അച്ഛനെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. പ്രസലോഷം. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അച്ഛൻ്റെ കാലുകളിലൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് കാലുകൾ അങ്ങ് സൗഖ്യപ്പെട്ടു. ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നിട്ട് അച്ഛൻ വന്നിട്ട് എഴുന്നേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നയാളാണ്, ഞാൻ തന്നെ ഓർക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്കൊരു കാര്യം പറഞ്ഞു. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രസലോഷ്. നമ്മുടെ കർത്താവ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പ്രസലോഷ്. ആരെല്ലാം ആഗ്രഹിച്ചു വിശ്വാസം ഉണ്ട്, അവനുണ്ട്, അവൻ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമാണ്, എന്നെ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം. പ്രസലോഷ്. ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടല്ലോ. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് സങ്കീർത്തനം 27:10 അതായത് ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പനും അമ്മയും
ഉപേക്ഷിച്ചാലും, സങ്കീർത്തനം 27:10, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവം നിന്നെ സംരക്ഷിക്കുന്നു. നീ ദൈവത്തിന് ഈശോയുടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൻ ചിലപ്പോൾ ഉപേക്ഷിച്ച് വരാം, അമ്മ ഉപേക്ഷിച്ച് വരാം, ഭാര്യ ഉപേക്ഷിച്ച് വരാം, ഭർത്താവ് ഉപേക്ഷിച്ച് വരാം, മക്കൾ ഉപേക്ഷിച്ച് വരാം, അച്ഛന്മാർ ഉപേക്ഷിച്ച് വരാം. ആരും ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. നീ പാപിയായിരുന്നാലും രോഗിയായിരുന്നാലും നിന്നെ ഉപേക്ഷിക്കുകയില്ലാത്തൊരു ദൈവം നിനക്കുണ്ടെന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ പാപികളുടെ കൂട്ടത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫരിസേയരും നിയമജനൊക്കെ ഈശോയെ പരിഹസിക്കും. പാപികളുടെ കൂട്ടത്തിൽ പോയിരുന്നു ഇവന് ഭക്ഷണം കഴിക്കും. പാപികളെ എന്തിനാ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരല്ലേ കൂട്ടത്തിൽ കൂടെ. അത് യഹൂദരുടെ കാഴ്ചപ്പാട്. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തെ ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വന്ന് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ. കൈയടിച്ച് കർത്താവ് പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രണ്ട് കാലം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനം. ശരിക്കത് തുടങ്ങുന്ന 4 മുതൽ തുടങ്ങും. അതായത് കഷ്ടത, സഹനശീലവും ആത്മധൈര്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നു. പ്രത്യാശ നമ്മെ നിരാശനാക്കും. നമുക്ക് ലഭ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. നീതിമാന്മാർക്ക് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ഒത്തിരി പേര് തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ്. എന്നാൽ നാം പാപികളായിരിക്കെ അത് നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാനും വല്ലവരും തുനിഞ്ഞെന്ന് വരും. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീന പറയും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഏറ്റവും വലിയൊരു കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപി ആരാണോ അവൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ ഞാൻ അവനെ വിശുദ്ധനാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണക്കടലിൽ ആശ്രയിക്കാനുള്ള അവകാശം എന്ന് പറയാം. എൻ്റെ കരുണക്കടലിൽ ആശ്രയിക്കാനുള്ള അവകാശമുള്ളത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മാരക പാപിക്കെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ കുറവുകളുള്ളപ്പോൾ നമ്മളെ എല്ലാവരും ഓടിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ഓടിക്കുകയില്ലാത്ത ഒരാളുണ്ട്. ആരാന്നറിയാവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഉപേക്ഷിക്കില്ല എന്ന് തിരിച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ സ്തുതിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ. ശരിക്കും ഈശോ കാൽവരിയിൽ കുരിശിൽ മരിക്കുന്നത് ആർക്കു വേണ്ടി? പാപികൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പാപികൾക്ക് വേണ്ടി മരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വരം കയറാൻ പറ്റാത്തതുകൊണ്ട് ദൈവം നമുക്ക് കൈനീട്ടി തന്ന് ദൈവം നമ്മളെ അപകടങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏത് പ്രതിസന്ധി വരുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മ മറന്നാലും എന്നെ മറക്കാത്തൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ അറിഞ്ഞ് ദൈവത്തെ നീ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൈയടിച്ച് കർത്താവ് പറഞ്ഞ ഉച്ചത്തിൽ സ്തുതിച്ച് കൈകളടിച്ച് കർത്താവ് അഭിഷേകത്തിൽ സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19, 20, 21. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം അരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും അവിടെ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും കർത്താവ് മറഞ്ഞിരിക്കില്ല. ചിലപ്പോൾ ദൈവം നിന്നെ സഹനത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകും. വലിയ കണ്ണുനീരിൻ്റെ വഴിയിലൂടെ പോകേണ്ടി വരും. വലിയ തീക്കകത്തോടെ പോകാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടും. പക്ഷേ ആ ദൈവം ആവശ്യപ്പെടുമ്പോഴും അവിടെ ദൈവം നിന്നെ ഒറ്റയ്ക്ക് ആ വഴിയെ വിടില്ല. കർത്താവും കൂടെ ആ യാത്രയിൽ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നീ അറിഞ്ഞുകൊണ്ട് നീ ദൈവത്തെ നിരന്തരമായിട്ട് നീ ദൈവത്തെ മഹത്വപ്പെടുന്നു, ദൈവത്തെ സ്തുതിക്കും. ഒറ്റ വിളിച്ചോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ വേല തുടങ്ങിയിട്ട് 24 വർഷമായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കൊണ്ട് ഒരുപാട് സഹനങ്ങളുടെ വഴിയിലൂടെ ഈശോനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെ പോയി. അത് എപ്പോഴും നമ്മൾ ചൊല്ലാൻ സാധ്യതയുള്ള പ്രാർത്ഥനയുണ്ട്. കർത്താവ് കുരിശ് കിടന്ന് ചൊല്ലിയൊരു പ്രാർത്ഥന, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 22. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോഴും കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ സഹനങ്ങളുടെ വഴിയിലൂടെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത് എൻ്റെ സഹനങ്ങളുടെ നാളുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ സ്വന്തമാക്കിയതും സഹനങ്ങളുടെ നാളുകളിൽ. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയിൽ സഹനങ്ങളുടെ നാളുകളിലൂടെ പോകുന്ന മക്കളോർത്തോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ കർത്താവായ യേശുവിൻ്റെ തിരുമുഖം കാണാൻ പോകുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. ഒറ്റ വിളിച്ച് ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 49, 14, 15 വചനങ്ങളുണ്ടല്ലോ. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവിനെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മറന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പറ്റാമോ? കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൾ അമ്മ മറന്നാലും ഞാൻ നിന്നെ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മളെ മറക്കില്ലെന്ന് നമ്മൾ കരുതുന്ന ആരാണ്? സ്വന്തം അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയൊരിക്കലും ആരല്ല അമ്മയെ ഉപേക്ഷിക്കില്ല. അവിടെ വചനം പറയാം, അഥവാ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് നീ പറയുന്ന നിൻ്റെ അമ്മ തന്നെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നിന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ മറക്കില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാൽ കടബാധ്യതയാകാം, രോഗങ്ങളാകാം, പ്രൈസ് ദി ലോർഡ്, വലിയ പ്രശ്നങ്ങളാകാം, അപമാനങ്ങളാകാം, പ്രൈസ് ദി ലോർഡ്, രോഗികളായ കുഞ്ഞുങ്ങളാകാം, പ്രൈസ് ദി ലോർഡ്, മാനസിക പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നം, വിവാഹ പ്രശ്നങ്ങളാകാം, പ്രൈസ് ദി ലോർഡ്. എന്തോ അങ്ങനെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ അപ്പം എന്തോ എന്നും കഴിക്കുന്നത് കഷ്ടതയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നും കുടിക്കുന്നത് ക്ലേശമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ കുടിക്കുന്നതും പാനം നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്ന കഷ്ടതയും ക്ലേശവുമാണെങ്കിലും നിന്റെ ദൈവം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നെ കൈപിടിച്ച് അപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട്. ആ സമയത്തും ഇതാണ് വഴി, ഇതിലേ പോകുക. ഏതാണ് വഴി? ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം, ആ വഴിയെ പൊക്കോ ദൈവം പറയും. പക്ഷെ ദൈവം കൈവിടില്ല. ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവിൻ്റെ തിരുക്കുരിശ് നമുക്ക് നൽകുന്ന അറിവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ശ്രവണത്തെ പറഞ്ഞ് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ഒറ്റ വിളിച്ചോയെ. ഹലലലലലലലലലല. ധ്യലലലലലല. ഹലലലലല. ഹലലലല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോഴേ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ അവിടെയുണ്ട്. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീമൂർത്തി ഹല്ലേലൂയ. ഈശോയുടെ മരണം 19 ഈശോയുടെ മരണം 20-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ ശരിക്കും അവിടെ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനം. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ശരിക്കും ഉയർപ്പിൽ ആദ്യം കണ്ടുമുട്ടുന്നത്, കർത്താവിനെ കണ്ടുമുട്ടുന്നത് മഗ്ദലന മറിയം. പ്രൈസ് ദി ലോർഡ്. 7 പിശാചുക്കൾ ഉണ്ടായിരുന്നവൾ ആര്? മഗ്ദലന മറിയം. പ്രൈസ് ദി ലോർഡ്. പിശാച് ബാധയുണ്ട്, അവളിൽ നിന്ന് പിശാചിനെ കർത്താവ് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അവൾ ഒരുപക്ഷെ പാപിനി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പാപിനി അല്ലെന്നും പറയുന്ന സഭയുടെ ദൈവശാസ്ത്രം രണ്ടും പറയുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അവള് ഒരു തകർന്ന കുഞ്ഞായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വേദനയിലൂടെ കടന്നുപോയൊരു മഗ്ദലന മറിയം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം കാണാൻ പോകുന്നു, ആദ്യം കാണുന്നത്, തൻ്റെ മഹത്വം വെളിപ്പെടുന്നത് അവൾക്കാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും കൂടെ തകർന്നവനാണ് ഉയർപ്പിൻ്റെ അനുഭവം ആദ്യമേ ദൈവം കൊടുക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഈ ഭൂമിയിൽ ഏറ്റവും അധികം മുറിവേറ്റവനാണ് ആദ്യം ഉത്ഥിതനായ ഈശോയെ കാണാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മുറിവേറ്റവള് 7 പിശാചുക്കൾ. അവളാണ് ആദ്യം ഉത്ഥിതനെ കാണാൻ കർത്താവ് അനുവദിക്കുന്നത്. പത്രോസ് പോലും അല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതി. പത്രോസും യോഹന്നാനോട് പോയി കല്ലറയിൽ കയറുന്നു, ആരെയും കണ്ടില്ല, ഓടി രക്ഷപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ മഗ്ദലന മറിയം അവിടെ നിൽക്കുക. കാരണം ആദ്യം ദൈവം കാണാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചവരെയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സഹിച്ചവരെയാണ് ആദ്യം ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്ന ആർക്കാൻ ഞാൻ പറയും? ഈ ഭൂമിയിൽ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അവളവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്ന ബൈബിള് പറയുന്നേ. കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നീ മഗ്ദലന മറിയാണ്. പ്രൈസ് ദി ലോർഡ്. അവക്കാണ് ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. വേറെ ആർക്കുമല്ല. ഉത്ഥിതൻ്റെ സാന്നിധ്യം കിട്ടാൻ പോകുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റപ്പെട്ടവരും തളർന്നവരുമാണ് യേശുവിനെ സ്വന്തമാക്കാൻ അവകാശമുള്ളത്. അവർക്കാണ് കൃപയുള്ളത്. അവരെ കണ്ടിട്ടേ കർത്താവ് ബാക്കിയുള്ളവരെ കാണാനൊക്കെ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ശിഷ്യന്മാരെ പോലും കാണുന്നതിന് മുമ്പേ ആദ്യം കാണുന്നത്. അവൾ കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം അവളുടെ ആകെ ആശ്രയം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും ഇല്ലാത്തവൾ. പ്രൈസ് ദി ലോർഡ്. അവൾ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങളൊക്കെ ആയിരിക്കും ആദ്യം കർത്താവിനെ കാണാൻ വേണ്ടിയുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ഒറ്റ വിളിച്ചേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ ഉച്ചത്തിൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ ഈ മഗ്ദലന മറിയം പോകുമ്പോൾ ഒരുപാട് അവർ പറയും 7 പിശാചുക്കളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 7 പിശാചുക്കളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അവള് വിശുദ്ധയാ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലിയ വിശുദ്ധയാ, വലിയ വിശുദ്ധയാ. ഉത്ഥിതനെ ആദ്യം കാണുന്ന മുറിവേറ്റവള്, തകർന്നവര്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മഹത്വം ആദ്യം വെളിപ്പെടുന്നവർക്ക്. പ്രൈസ് ദി ലോർഡ്. സമാധാനം കൊടുക്കുന്നവർക്ക്. സമാധാനം ഇല്ലാത്തവർക്കല്ലേ സമാധാനത്തിൻ്റെ ആവശ്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ തന്നെ അവിടെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ഉയർപ്പിൻ്റെ ലക്ഷ്യം തന്നെ കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. താൻ വരാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്. അവർക്ക് നീതി നടത്തി കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അനാഥനും വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ടവന് നീതി നടത്തി കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. തകർന്നവന് ദൈവം നീതി നടത്തി കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്.
ആ ദൈവം ആദ്യം കാണാൻ വരുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചവരായിരിക്കും. സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ കണ്ണുനീരൊഴുക്കിയിട്ടുള്ള ജീവിതം ചെയ്യാത്ത കുറ്റത്തിന് പീഡനം അനുഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ആ ദൈവത്തിൻ്റെ തിരുമുഖം നീ എപ്പോഴും കാണണം. സഹേശ്വയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒറ്റ വിളിച്ചോയെ സ്തുതിക്കുന്നു. ആമേൻ. ഒരുപക്ഷെ നിനക്കിന്ന് ദൈവം സഹനം തരുന്നത് നീ ആയിരിക്കും ആദ്യം നീ കർത്താവിനെ കാണാൻ വേണ്ടിയായിരിക്കും. ആദ്യം കർത്താവിനെ കാണാൻ വേണ്ടിയായിരിക്കും ദൈവം ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിനക്ക് ഇത്ര സഹനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ബൈബിള് പഠിക്കും കാണാൻ യഹോവ സത്യദൈവം ആരുടെ ദൈവമായിരുന്നു? സത്യദൈവം ശരിക്കും ബൈബിൾ ആദ്യം തൊട്ട് പഠിക്കുമ്പോൾ വേദനിക്കുന്നവൻ്റെ ദൈവം. അബ്രാഹാം സാറ മക്കളില്ലാത്തതിൻ്റെ മുഴുവൻ ആക്ഷേപങ്ങളും അപമാനങ്ങളും സഹിച്ച് ഒരു ഗുഹയ്ക്കകത്ത് കഴിഞ്ഞിരുന്നൊരു കുടുംബമാണ്. സത്യത്തിൽ അതാണ് അബ്രാഹാം. സാറ ദൈവദൂതം വന്നിട്ട് പോലും വീടിനകത്ത് നാണക്കേട്. ദൈവം വിളിച്ചിട്ട് പോലും അവൾ അകത്ത് തന്നെ ഇരിക്കഞ്ഞ. കാരണം പഴയ നിയമത്തില് മക്കളില്ല എന്ന് പറഞ്ഞാൽ ശാപമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവള് ദൈവം വന്നോ? ഒരു ദൈവവും ഇല്ല. നിരാശയോടെ അകത്ത് അവൾ ചിരിക്കുന്നത് ശരിക്കും അതൊരു പരിഹാസമല്ല, ഒരു ദുഃഖമാണ്. അതുകൊണ്ട് അവളുടെ പരിഹാസത്തെ ദൈവം വിശ്വാസമാക്കി മാറ്റി. അവൾ എതിർക്കുന്നത് എതിർപ്പല്ലത്, അത് വിശ്വാസമാണ്. അവളുടെ വേദനയാണ് അവൾ പറയുന്നത്. അവളുടെ വേദനയാണ് അവർക്ക് പരിഹസിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ നമ്മൾ വേദന കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കില്ലേ? വേദന കൊണ്ടുള്ള പരിഹാസം അല്ലാതെ അത് ശരിക്കും അത് അവിശ്വാസം. ചിലപ്പോഴൊക്കെ അത് അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷേ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ അതൊരു വേദനയാണ്. അബ്രാഹാം ദൈവത്തെ മാത്രം വിശ്വസിക്കാൻ കാരണം എന്താ? അതുപോലെ എല്ലാം കൈവിട്ടു. 100 വയസ്സായിട്ടും മക്കളില്ലാത്തപ്പോൾ ഇനി ഭൂമിയെ ആശ്രയിക്കാൻ പറ്റുമോ? പ്രകൃതി എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല, ദൈവമേ ഉള്ളൂ. അത് കണ്ണുനീരിൻ്റെ പുത്രനും പുത്രിയാണ്. ആണ് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്, വേറെ ആർക്കുമല്ല. ആ നാടിന് രാജാവിനല്ല പ്രത്യക്ഷപ്പെടുന്നു, ഉള്ളവനല്ല പ്രത്യക്ഷ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് വേദനിക്കുന്ന ആളുകളാണ്. അബ്രാഹാം ദൈവത്തിന് സ്വരം കേൾക്കുന്നത് മോറിയ മലയുടെ മുകളില് ഇസ്ഹാക്കിനെ ബലി കൊടുക്കുന്നൊരു സമയം. ദൈവം പറയുന്നത് ചെയ്യും. എന്തൊരു വേദനയല്ലേ! സ്വന്തം മകനെ കൊല്ലാൻ പോവാ, ദഹന ബലി അർപ്പിക്കാൻ പോവാ, കത്തിക്കാൻ പോവാ ദൈവത്തിന് വേണ്ടി. വിറവൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി നിർത്തിയിട്ട് കയറ്റി വെക്കുമ്പോൾ ഒരു വേദനയാണ്. ഒരുപക്ഷെ അത് പെട്ടെന്ന് ചാടി ചെയ്യാണ്. ദൈവം പറഞ്ഞ് അനുസരിക്കണ്ടേ? ദൈവം പറയുന്നത് ചിലപ്പോൾ അനുസരിക്കുമ്പോൾ ഈ ഒരു വേദന ഉണ്ടാകും കേട്ടോ. ആരൊക്കെ സുവിശേഷ വചനത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടോ അവരായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടി വരാൻ പോകുന്നത്. സുവിശേഷത്തെ, ദൈവവചനത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരൊക്കെ ഒരു ദഹനബലി അർപ്പിക്കേണ്ടി വരും. വചനത്തിൽ വെള്ളം ചേർക്കാത്തവർക്കൊക്കെ ഒരു ദഹനബലിയുണ്ട്. അത് ഭയങ്കര പെയിനാണ്. പക്ഷെ അവനത് ചെയ്യാൻ തയ്യാറാകുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്രാം എന്നൊരു വിളി വരുന്നുണ്ട്. പേര് ചൊല്ലി. ബൈബിളിൽ ദൈവം ഏറ്റവും കൂടുതൽ പേര് ചൊല്ലി വിളിക്കുന്ന ആരാ ഞാൻ പറയാം? ഏറ്റവും കൂടുതൽ സഹിക്കുന്നവനെയാണ്. സഹിച്ചവനൊക്കെ ദൈവത്തിൻ്റെ വിളി, ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കുന്നവൻ കേട്ടിട്ടുണ്ട്. സഹിക്കുന്നവരൊക്കെ ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കാൻ പറ്റും. വേദനിക്കുന്നവർ മാത്രമേ അത് കേൾക്കാറുള്ളൂ, അല്ലാത്തവരാരും കേൾക്കാറില്ല. സർവോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വീണ്ടും കാണാം, അബ്രാഹത്തിൻ്റെ അടുത്ത് ദൈവം മാറുന്നില്ല. അവിടെ എപ്പോഴും അബ്രാഹത്തിൻ്റെ കൂടെയുണ്ട്, ഇസഹാക്കിൻ്റെ കൂടെയുണ്ട്. പിന്നീട് ഇസഹാക്കിന് 2 മക്കളുണ്ടാവും, യാക്കോബും യേസാവും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും യേസാവിനാണ് സ്വത്തൊക്കെയുള്ളത്, സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ട്. യാക്കോബിന് സത്യത്തിൽ ഒന്നും തന്നെയില്ല. അവന് ഇവിടുത്തെ വീതമൊന്നും കിട്ടിയിട്ടില്ല. അവകാശമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. പ്രിസിലോർ ചില വീട്ടിലെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്, പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അച്ഛോ. പ്രിസിലോർ ഇതെല്ലാം ഉണ്ട്, എപ്പോഴും പറയും. അപ്പം പറയും മൊത്തം ഉണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല അച്ഛൻ. പ്രിസിലോ ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശു ആരാധന. സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാലെല്ലാം ഉണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല. അതാണ് യാക്കോബ്. പക്ഷെ അവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുക, അവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒന്നുമില്ലാത്തവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സഹായിക്കാനില്ലാത്തവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അവനോടാണ് പോയി അപ്പൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പൊക്കോളാൻ ദൈവം പറയുന്നു. ഇസഹാക്ക് സത്യത്തിൽ ഇസഹാക്കിൻ്റെ അപ്പൻ്റെ മനസ്സിൽ ഇപ്പം മൂത്തവനെ കൊടുത്തത് മുഴുവൻ അവനാ, വീണ്ടും അവനെ മതി. ചില മാതാപിതാക്കൾ അങ്ങനെ കേട്ടോ. കിട്ടിയവൻ എന്നെ വീണ്ടും കിട്ടട്ടെ, കിട്ടാത്തവനും ഉള്ളതും കൂടെ പോട്ടെ. അത് ചില ഒരു പ്രത്യേക. പക്ഷേ അപ്പനത് വിചാരിച്ചാലും നടക്കില്ല. അപ്പൻ മൂത്തവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാലും നടക്കില്ല. ആ വീട്ടിലെ വേദനിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുള്ളൂ. കണ്ണുനീരൊഴുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അതല്ല, ചിലപ്പോൾ ചില കുടുംബത്തിലൊക്കെ ഒത്തിരി സമ്പന്നമായിട്ട് ഉയർന്നു പോയി നമ്മൾ കരുതിയ കുടുംബമൊക്കെ ഇപ്പം നിലനിൽക്കുന്ന ആ വീട്ടിലെ ആരുമില്ലാത്തവൻ വഴിയാണ്. പ്രിസലോഷ് അവനാണ് ഇന്ന് ആ വീടിനെ മുഴുവൻ സംരക്ഷിക്കുന്നത്. പ്രിസലോഷ് അവനൊന്നുമില്ല, പക്ഷേ അവനൊരു ഗ്രേസ് ഉണ്ട്. പ്രിസലോഷ് അവന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ മൂത്തവും വന്ന് ഇളവൻ്റെ ഒക്കെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുന്നൊരു സംഭവം ഇന്ന് ലോകത്ത് ഒത്തിരി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പ്രിസലോഷ് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. മൂത്തവന് പണമേ ഉള്ളൂ, അനുഗ്രഹം ഇല്ല. രണ്ടാമത്തവന് പണത്തേക്കാൾ ഉപരി ദൈവാനുഗ്രഹമുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്. കാരണം അവൻ കരഞ്ഞവനാ, ആ വീട്ടിൽ കിടന്ന് കണ്ണുനീരൊഴുക്കിയവനാ, ജീവിതത്തിൽ കിടന്ന് കരഞ്ഞവനാ. ദൈവം അവൻ്റെ കൂടെയുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇളയവൻ ഇഷ്ടം പോലെ പണം, മൂത്തവനൊന്നും ഇല്ലാതായി കിടക്കുന്നു. പ്രിസലോഷ് അവസാനം ഇളയവൻ തകർന്നു. പ്രിസലോഷ് അവൻ അവസാനം മൂത്തവൻ്റെ മുമ്പിൽ പോയി മുട്ടുമുത്തുക. പ്രിസലോഷ് അല്ല, പറ്റില്ലെന്നേ. അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടതെന്ന് അങ്ങ് മുകളിൽ തൊട്ട് വരുന്ന കാര്യമാണ്. പ്രിസലോഷ് എല്ലാത്തിനേക്കാളും വലുത് അനുഗ്രഹം, കൃപയാണ് വലുത്. കൃപ കിട്ടിയവനാണ് വലുത്, അല്ല സമ്പത്തുള്ളവനല്ല വലുത്. അതിപ്പോഴൊക്കെ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിസലോഷ് നിങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 കാര്യം ഒറ്റ വിളിച്ചോയേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഉച്ചത്തില്. 2 കാര്യം ഒറ്റ വിളിച്ചോയേ ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വലിയൊരു ബന്ധനം ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നോട്ടെ. കൂട്ടായ്മ പരിശുദ്ധാത്മാവിന് വലിയൊരു കെട്ടാണ്. അപ്പം അങ്ങനെ രാത്രിയിൽ ഈ അപ്പൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവന് സന്തോഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ നിൽക്കേണ്ട, പൊക്കോ, സഹോദരൻ നിന്നെ കൊല്ലും. പ്രിസലോഷ് ഈ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം അങ്ങും മുകളിലോട്ടുള്ളതാണ്. പ്രിസലോഷ് അതിന്നും ലോകത്തുണ്ട് കേട്ടോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒരുതരം അസൂയ, ഒരുതരം സ്വാർത്ഥത, നീ ഞാൻ. പ്രിസലോഷ് ഈ ഒരു ഭിന്നമായ കാഴ്ചപ്പാട്. പ്രിസലോഷ് ആ വേദനയാണ്, വലിയ വേദനയാണ്. പ്രിസലോഷ് ചതി മൊത്തം ചതികളാണ്. പ്രിസലോഷ് ചതിയുടെ ഒരു അനുഭവം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഓടുന്ന കാണാം. ഒറ്റ രാത്രിയിൽ അമ്മ അവൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നു, അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തു. നീ പൊക്കോ, ഒരു വടിയെടുത്ത് ഞങ്ങൾ പൊക്കോ, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പൊക്കും. ദൂരെ മരുഭൂമിയിലൂടെ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് യാത്ര ചെയ്താലേ എത്തുള്ളൂ. പ്രശ്നം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇവൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ, ലാബാനന്ദവൻ്റെ വീട്ടിലോട്ട് പോകുക. ശ്രമോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും പോകുന്നതുമ്പോൾ ഒരു ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പനില്ല, അമ്മയില്ല, സ്വത്തില്ല, ആരുമില്ല, അങ്ങ് പോവുക. അവൻ പോയിട്ട് അവൻ്റെ പുറകെ ബൈബിൾ പഠിക്കാൻ കാണാം. അവൻ്റെ അപ്പനോ അമ്മയോ പോലും അവൻ്റെ പുറകെ അന്വേഷിച്ച് പോലും പോയിട്ടില്ല.
അവൻ്റെ സഹോദരങ്ങൾ പോലും അവൻ്റെ പുറകെ അന്വേഷിച്ചിട്ട് പോകുന്നില്ല. സഹോദരനായ യേശാവ് പോലും പിന്നെ അവൻ്റെ പുറകെ പോകുന്നില്ല. ഒറ്റയ്ക്ക്. പക്ഷേ ഒറ്റയ്ക്ക് പോയനെ വഴി വെച്ചൊരാളങ്ങ് വട്ടം പിടിക്കുന്നുണ്ട്. അതാരാന്നറിയാവോ? ദൈവമായ കർത്താവ്. ആരുമില്ലാത്തവനെ ദൈവം കയറി വട്ടം പിടിക്കുന്നു. ദൈവം കയറി വട്ടം പിടിച്ചു. പിന്നെ ദൈവമാണ് അവൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ യാത്രയിൽ സന്ധ്യയായപ്പോഴാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. 3-4 ദിവസത്തെ ഉറക്കം കിടപ്പുണ്ട്. ഉറങ്ങി തീർക്കാൻ വേണ്ടി അവനൊരു കല്ലെടുത്തിട്ട് തലയണയായിട്ട് വെച്ച് അവിടെ കിടന്ന് ഒറ്റ ഉറക്കുക, നല്ല ആഴമുള്ള ഉറക്കത്തിൽ. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ അടുക്കൽ സത്യദൈവം വരിക. ഈ ചരിത്രത്തിൽ ഈ ദൈവത്തെ കണ്ടത് കണ്ണുനീരൊഴുക്കിയവർ മാത്രം, സഹിച്ചവർ മാത്രം. അല്ലാത്തവരാരും ഈ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ തലമുറയിൽ ദൈവാനുഭവം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണവും സ്വത്തും വിദ്യാഭ്യാസമൊക്കെ അങ്ങ് മുകളിലായി പോയി. ഒത്തിരി വളർന്നു പോയി നമ്മളൊക്കെ. ഇന്നും ദൈവത്തെ കണ്ടുമുട്ടുന്നത് ആരുമില്ലാത്ത ആളുകൾ. ഒറ്റപ്പെട്ടവൻ്റെ കാഴ്ചയാണ്. നീതി നിഷേധിക്കപ്പെട്ടവൻ. അവന് സത്യം പറയാൻ അവകാശമില്ല. സത്യം പറയാൻ അവകാശമില്ലാത്തവരുണ്ട്. സത്യം നീയാണ്, പക്ഷെ നിനക്ക് പറയാൻ അവകാശമില്ല. പ്രവർത്തിക്കാൻ അവകാശമില്ല. പക്ഷെ അവൻ്റെയൊക്കെ അടുക്കൽ ദൈവം വന്നിട്ട് അവനെ വാരി അങ്ങ് പിടിക്കും. അങ്ങനെ അപ്പനും അമ്മയും സഹോദരനും ഉപേക്ഷിച്ച് വിടുന്നവൻ നടന്നു പോകുന്ന വഴിക്ക് വെച്ച് ഒരാൾ കയറി പിടിക്കും. ദൈവം. പിന്നെ ദൈവമാണ് അവിടെ. രാത്രിയിൽ ഇവൻ കിടന്ന് ഉറക്കത്തിൽ കാണുക ഒരു വലിയ ഗോവണി. ആകാശത്ത് സ്വർഗം മുട്ടയാണ്. മാലാഖമാർ കയറി ഇറങ്ങി. ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വിട, ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെടും. നിന്നിലൂടെ ഇത് മുഴുവൻ നിനക്ക് ഞാൻ അവകാശമായിട്ട് തരും. ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാൻ പോവാ. അതവന് കൊടുക്കുന്ന ദൈവം. അപ്പനും അമ്മയും തന്നാലും തികയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവം തന്നാലേ നമുക്ക് തൃപ്തിയാകത്തുള്ളൂ. മനസ്സിന് തൃപ്തി വരണമെങ്കിൽ ദൈവം തരണം. വേറെ ആര് തന്നാലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ ദൈവം തരും. കൈയടിച്ച് ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുക. അഭിഷേകം. ദൈവം തരുന്നൊരു അനുഭവം. ദൈവം തരും. ദൈവം വഴി നടത്തും. അപ്പം അങ്ങനെ അവൻ ലാബാന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പം കുറച്ച് സാധനം കിട്ടി, നല്ല അടി കിട്ടി. 71 വർഷം അവനോട് ലാബാന്റെ വീട്ടിൽ കൂലിപ്പണിക്ക് നിൽക്കുക. ലാബാൻ നന്നായിട്ട് ഇവനെയുണ്ട് പണിയിപ്പിക്കും. ഇവൻ നന്നായിട്ട് പണിയും, നല്ല പണി. ഇവൻ തൊടുന്നിടത്തെല്ലാം ഭയങ്കര അനുഗ്രഹം. കാരണം ആരുമില്ലാത്തവൻ്റെ കൂടെ ആരുണ്ട്. അതുകൊണ്ട് ഇവൻ തൊടുന്നതല്ല അഭിഷേകം. ഇവൻ എന്ത് ചെയ്താലും അനുഗ്രഹം. ലാബാൻ ഇവനെ വിടാൻ പറ്റത്തില്ല, നിർത്താനും പറ്റത്തില്ല. കാരണം ഒരു പ്രത്യേക സംഭവമാണ്. കാരണം ഇവൻ തൊട്ട അനുഗ്രഹം. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ലാബാൻ ഇവനിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. പക്ഷേ പണി കൊടുത്തിട്ടും അവനോട് കുഴപ്പമില്ല. ഒരു പരിശീലനവും ശിക്ഷണവും എല്ലാം ഉണ്ട്. പക്ഷേ ആ സമയത്ത് ദൈവം അവൻ്റെ കൂടെയുണ്ട്. അവൻ്റെ കുറവുകളെല്ലാം അവിടെ കൊണ്ട് ദൈവം വിശുദ്ധീകരിക്കുന്ന 21 വർഷത്തെ സഹനത്തിൻ്റെ യാത്ര. പക്ഷെ അവൻ അനുഗ്രഹം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം അവിടുന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇവൻ ഇറങ്ങിപ്പോകുന്നൊരു ഭവിച്ചുണ്ട്. തിരിച്ചവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പേടിയുണ്ട്. വീട്ടുകാർ സ്വീകരിക്കുമോ, അപ്പം സ്വീകരിക്കുമോ, സഹോദരൻ സ്വീകരിക്കുമോ, ആരുണ്ട്? പക്ഷെ ദൈവം അവൻ്റെ കൂടെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ ലാബാൻ്റെ വീട്ടിൽ 21 വർഷം കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ കൂടെ ദൈവമുണ്ട്. പക്ഷെ അവനത് എപ്പോഴും കാണുന്നു. പക്ഷേ ആ ദൈവത്തെ അവൻ വീണ്ടും കാണുന്നു. ഇവിടെ അറിയാമോ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ വീണ്ടും തിരിച്ചവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് യാബോക്ക് എന്ന് പറയുന്ന പുഴയുടെ കരയെ വെച്ച് ആ ദൈവം വീണ്ടും അവനെ വട്ടം കയറി പിടിക്കുക. പോകാൻ സമ്മതിക്കുന്നില്ല. ഒറ്റപ്പെട്ടവനെ ദൈവം കൈവിട്ടില്ല. അവൻ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല.
അവൻ തീരുമാനിച്ചാലും അവനെ വിട്ടില്ല. അവനെ മുറുകെ ഒരു രാത്രി മുഴുവനും മൽപ്പെടുത്ത, രാത്രി മുഴുവൻ ആരാ അവനെ ഒരു വട്ടം പിടിക്കുന്നത്? ദൈവം. ദൈവം അവനെ വട്ടം പിടിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവം നിങ്ങളെ വട്ടം പിടിച്ചിരിക്കുന്നതുകൊണ്ട്. അത് വിശ്വസിക്കുന്ന മക്കൾ ഒന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഉദ്ദേശിച്ചത് വിളിക്കട്ടെ. ഒരു മനുഷ്യൻ പറയാം, അച്ഛൻ ഞാൻ കുറേ വർഷമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നത്, നടക്കുന്നില്ല അച്ഛൻ. ഹല്ലേലൂയ. നടക്കില്ല, കാരണം അവനെ വട്ടം പിടിച്ചിരിക്കുക. വേദനിക്കുന്നവൻ്റെ ദൈവം. വേദന എപ്പോൾ അവൻ ഒറ്റപ്പെട്ടോ അപ്പം ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണാവേ, അവനെപ്പോൾ ഒറ്റപ്പെട്ടോ അപ്പം ദൈവം അടുത്ത് വരും. എപ്പോൾ അവൻ എല്ലാവരുടെ കൂടെ ഇങ്ങനെ ആഘോഷം നടക്കുന്നോ ആ പരിസരത്തോട് പോലെ ദൈവം ചെല്ലത്തില്ല. ശ്രവണത്തിൽ പറയും ഹല്ലേലൂയ. പക്ഷെ എപ്പോൾ അവൻ ഒറ്റപ്പെട്ടു എന്നറിയുമ്പോൾ ഏത് പാതിരാത്രിക്കാണെങ്കിലും അവൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ്റെ കൂടെ ഇരിക്കും ദൈവം. ചരിത്രം പഠിക്കുമ്പോൾ സത്യദൈവം എന്നത് വേദനിക്കുന്നവൻ്റെ ദൈവമാണ്. അവർ മാത്രം ദൈവത്തെ. അതുകൊണ്ടാണ് രാജാക്കന്മാരോട് നമ്മൾ ഈശോ മിശിഹായെ കുറിച്ച് പറയും, അങ്ങനെ ഉണ്ടോ അച്ചോ? സയൻറ്റിസ്റ്റിലോ അങ്ങനെ ഉണ്ടോ അച്ചോ? അറിയത്തില്ല അച്ചോ. ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഒരു തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കും. പ്രിസലോഷ് മിക്കവാറും ആഴ്ചയോട്ട് സഹനം തുടങ്ങും. പ്രിസലോഷ് സർവ്വപ്രതിഭ ഹല്ലേലൂയ. അങ്ങനെ ഒരു വർഷത്തെ സഹനം കഴിയുമ്പം അവൻ ആരെ കാണും? ദൈവത്തെ കാണും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, സ്തുതിക്കുന്നു. നല്ല സഹനം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ദൈവത്തെ കാണും. പ്രിസലോ ഇപ്പം കണ്ടച്ച ഇപ്പം കർത്താവിനെ കണ്ടച്ച. പ്രിസലോഷ് ആ കുരിശിൻ്റെ വഴിയിൽ അവനെ കാണാൻ പറ്റുള്ളൂ. സഹനത്തിൻ്റെ വഴിയിലൂടെ ഒറ്റപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ഇപ്പോഴൊക്കെ സഭയ്ക്കൊക്കെ ഇത്തിരി സഹനം ഇപ്പം വരുന്നുണ്ടല്ലേ, അതൊന്നും പേടിക്കൊന്നും വേണ്ട. ഈ സഭ ആരെ കാണാൻ വേണ്ടിയാ? ഉത്ഥിതനായ ഈശോയെ കാണാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് സഹനം. വ്യക്തികളിൽ നിന്നൊക്കെ മാറി ദൈവത്തിലേക്ക് ഉയരുന്ന സമയമാണിത്. വ്യക്തികൾ ആശ്രയിക്കരുത്, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ദൈവത്തെ കാണാൻ വേണ്ടിയാ, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയാ, സത്യത്തെ അനുഭവിക്കാൻ വേണ്ടിയാ.
എഴുന്നേറ്റ് നിൽക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. കൈകളടിച്ച് വേണോ പോരാ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരി. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരിനെ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ പത്മാവിൽ സത്യത്തിൽ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിലും. ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കട്ടെ. കൽപ്പിക്കുന്നു, ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും അവയവങ്ങളിലും കൂടിയിരിക്കുന്ന മുഴുവൻ പൈശാചിക ശക്തികളും ദുഷ്ടപിശാചുക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ബന്ധിച്ച് ബഹിഷ്കരിക്കണം. യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടി. വീണ്ടും ആജ്ഞാപിക്കണം, ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കുടുംബത്തിൻ്റെ മേലും പ്രവർത്തിക്കുന്നതിന്മേൽ അരൂപികൾ, വൈശാസിക രൂപികൾ, തകർച്ചകളുടെ അന്ധകാരത്തിൻ്റെ ശക്തികൾ, അശുദ്ധാത്മാക്കൾ, വ്യാജ പ്രവാചകന്മാരുടെ ശക്തികൾ, വ്യാജശക്തികൾ, അരൂപികൾ മൊത്തത്തോടെ ഈ കൂട്ടായ്മയിൽ ഓരോ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന ദുഷ്ടരൂപികൾ, നിരാശ, ദുഃഖം, ഭയം, ആകുലതകൾ, അസ്വസ്ഥതകൾ നൽകുന്ന തിന്മയുടെ ശക്തികളെ മൊത്തത്തോടെ 1 യോഹന്നാൻ 3:22 വചനം കൊണ്ട് ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന മാറിപ്പോട്ടെ. യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ ദുഷ്ടപിശാചുക്കൾ, ചീട്ടുകളുടെ പൈശാചിക ബന്ധനങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്നിൻ്റെ പൈശാചിക പീഡയ്ക്കടുന്ന ആരെല്ലാം ഇപ്പോൾ ഈ കൂട്ടായ്മയിലുണ്ടോ അവൻ്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ആ അന്ധകാര അരൂപികളെ കൂട്ടത്തോടെ 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ഒറ്റ വിളിച്ചു. വീണ്ടും കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളും പ്രവർത്തിക്കുന്നു
വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗരതികളുടെ, ബ്ലൂ ഫിലിമിൻ്റെ ദുഷ്ടാരൂപികൾ, പൈശാചിക ആത്മാക്കളെ കൂട്ടത്തോടെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ടും പരിശുദ്ധ നാമം കൊണ്ടും 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും. ഈശോയുടെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കും. ഒറ്റ വിളിച്ചോ. സ്തുതിക്കുന്നു, 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 സ്തുതി. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. അഭിഷേകത്തോടെ സ്തുതിച്ച് ആരാധിക്കുന്നു. സ്തുതിച്ച് മഹത്വപ്പെടും, സ്തുതിച്ച് മഹത്വപ്പെടും. കൽപ്പിക്കുന്നു, 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 കൽപ്പിക്കുന്നു. കട്ടഴിയട്ടെ, ആടിയട്ടെ, 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 ആടിയട്ടെ. ഈ കൂട്ടായ്മകളിലുള്ള മക്കളുടെ നിരാശ, ദുഃഖം, ഭയം, ആകുലതകളും അസ്വസ്ഥതകളും, വെറുപ്പ്, വിദ്വേഷം, കടുത്ത ദുഃഖം, ആത്മഹത്യ ചിന്തകളുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും പ്രവർത്തിക്കുന്ന പൈശാചിക ആത്മാക്കളെ 22:22 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും. യേശുവിനെ കുരിശിൻ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കും. 12:14 ബന്ധിക്കുന്നു. രക്തം കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പഠിക്കട്ടെ. കൂട്ടായ്മയുള്ള മക്കളിലുള്ള കുടുംബങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ചാത്തൽ സേവകൾ, കൈനോട്ടം, രാഹുകാലം നോട്ടം, സമയനോട്ടങ്ങൾ, പൈശാചിക ശക്തിയിലെ ജ്യോതിഷത്തിൻ്റെ പോയിട്ടുള്ള മക്കൾ, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയിട്ടുള്ള മക്കൾ, മന്ത്രവാദികളുടെ വീടുകളിൽ പോയിട്ടുള്ള മക്കൾ, അത്തരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള മക്കൾ, അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള മക്കൾ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവനിലും അവളിലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ജോബ് 12:14, ജോബ് 40, 10, 11, 9, 10, 11 വചനം കൊണ്ട് സങ്കീർത്തനം 2:5-10 വചനം കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷയം വ്യാപരിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കെട്ടടിയട്ടെ, കെട്ട് പൊട്ടട്ടെ, ചങ്ങല പൊട്ടട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, പൈശാചിക പീഡകൾ, അസ്വസ്ഥതകളെല്ലാം മാറിപ്പോട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കട്ടെ. ഒറ്റ വിളിച്ചോയേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, പഠന മേഖല തടസ്സങ്ങൾ, വസ്തു വിൽപ്പനയുടെ തടസ്സങ്ങൾ, സാമ്പത്തിക മേഖല ബന്ധനങ്ങൾ, ബ്ലോക്കുകൾ, പൈശാചിക പീഡകൾ അനുഭവിക്കുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവരുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുള്ള അന്ധകാര അരൂപികളെ കൂട്ടത്തോടെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കാൽച്ചുവട്ടി ബഹിഷ്കരിക്കുന്ന. അടിയട്ടെ, അടിയട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അടിയട്ടെ, 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 അടിയട്ടെ. കേട്ടുപൊട്ടട്ടെ, ചങ്ങല പൊട്ടട്ടെ, കേട്ടുപൊട്ടട്ടെ, ചങ്ങല പൊട്ടട്ടെ. രോഗപീഠകൾ, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, തലയ്ക്കകത്തുള്ള ട്യൂമറുകൾ, ക്യാൻസറുകൾ, തലയ്ക്കകത്തുള്ള ഫിറ്റ്സ് രോഗങ്ങൾ, എപ്പിലെപ്സി രോഗപീഠകൾ മൊത്തത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. കർത്താവിന്റെ കുരിശിന്റെ വട്ടിൽ ബന്ധിക്കുന്ന ഇവയെ മൊത്തത്തോടെ ഫിലിപ്പിയർ 2:8 ബന്ധിക്കുന്നു. യേശുനാമത്തിൽ വീണ്ടും കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഓരോ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകൾ, വായ്ക്കകത്തുള്ള രോഗങ്ങൾ, നാവിനുള്ള ക്യാൻസർ ട്യൂമറുകൾ, തൊണ്ടയ്ക്കുള്ള ക്യാൻസർ ട്യൂമറുകൾ, തൊണ്ടയ്ക്കുള്ള വേദനകൾ, വിട്ടുമാറാത്ത തൊണ്ട രോഗങ്ങൾ, ശബ്ദ സംബന്ധമായ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ചെവിക്കകത്തുള്ള രോഗങ്ങൾ, മാരക രോഗം, മാറാരോഗം, കേൾവിയില്ലായ്മ, കണ്ണിനകത്തുള്ള മാരക രോഗം, മാറാരോഗം, കാഴ്ചയില്ലായ്മ, മൂക്കിനകത്തുള്ള മുഖത്തുള്ള രോഗങ്ങൾ, ചില ട്യൂമറുകൾ, ബന്ധനങ്ങൾ, തല മുഴുവനുമുള്ള രോഗപീഠകൾ, ഞരമ്പുകളുള്ള രോഗങ്ങൾ, മെയിൻ ഓൾട്ടറീസിലുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ മൊത്തത്തോടെ
ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിനെ കാഴ്ചവട്ടി ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തി. നട്ടെല്ലിൻ്റെ വേദന, നടുവിൻ്റെ രോഗം, നടുവിൻ്റെ രോഗപീഠകൾ, ഉദരത്തിലെ രോഗങ്ങൾ, വൻകുടലിലും ചെറുകുടലിലുമുള്ള രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, ഹരണ്യ രോഗങ്ങൾ, ശ്വാസകോശത്തിൻ്റെ ലങ്സ് ക്യാൻസർ, ലസ്റ്റ് ട്യൂമർ രോഗങ്ങൾ, ചുമ രോഗങ്ങൾ, കഫത്തിൻ്റെ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, വേദനകൾ, ഹാർട്ടിൻ്റെ ബ്ലോക്ക്, ബന്ധനം രോഗങ്ങൾ, രോഗപീഠകൾ, പൈശാചിക പീഡ മൊത്തത്തോടെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു. യേശുവിനെ കാഴ്ചവട്ടി ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി മേലുള്ള രോഗപീഠകൾ, കിഡ്നി ട്യൂമറുകൾ, സ്റ്റോൺ രോഗങ്ങൾ, ബ്ലാഡർ സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, യൂറിനൽ സീരീസ് രോഗപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾ, ഹാർട്ട് അറ്റാക്ക് രോഗപീഠകളുടെ മക്കൾ, ഹാർട്ടിൻ്റെ ബന്ധന പൈശാചിക പീഡന രോഗപ്പെടുന്ന മക്കൾ, ബ്രസ്റ്റ് ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ രോഗപീഡന രോഗപ്പെടുന്ന, ദേഹമാസം രോഗം, നടുവിൻ്റെ രോഗം, നട്ടലിൻ്റെ വേദന, നടുവിൻ ഡിസ്കുകളിൻ്റെ രോഗങ്ങൾ, എല്ലാത്തരം സെക്ഷൽ ഡിസീസുകൾ, രഹസ്യ രോഗങ്ങൾ, പൈശാചിക രോഗങ്ങൾ മൊത്തത്തോടെ അതിൽ പ്രവർത്തിക്കത്തിന്മേൽ അരൂപികളെ ഇപ്പോൾ പരിശുദ്ധ കുർബാന കൊണ്ട് യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് യേശുവിനെ കാഴ്ചവട്ടി ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, അഭിഷേകത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു